തമിഴകമാകെ ചൂട് പിടിച്ചിരിക്കുകയാണ്. അന്തരീക്ഷത്തിലെ ചൂട് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ചൂട് ഇതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന സമയമാണ് അവിടെ. ഏതാണ്ട് 4 ദിവസം മാത്രമാണ് ഇനി തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന ഞായറാഴ്ചയാണ് ഇന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വലിയ സജീവമായ രാഷ്ട്രീയ പ്രചാരണമായിരിക്കും അവിടെ നടക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങളുമായി സന്തോഷ് സല്ലിങ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷിലേക്ക് പോകുമ്പോൾ, സന്തോഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എവിടെയാണ്, തമിഴകത്ത് എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് ഇന്നത്തെ ഒരു ഞായറാഴ്ച അവിടെ നിന്ന് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിലാണ്. ദിണ്ടിഗൽ ജില്ല ഉൾപ്പെടുന്ന ഒരു പശ്ചിമ ബെൽറ്റുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ജില്ലകളാണ് ഉൾപ്പെടുന്നത്. അതിപ്പോൾ ഈ കോയമ്പത്തൂർ മുതൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന നാമക്കൽ വഴിയിൽ ഞാൻ നിൽക്കുന്ന ദിണ്ടിഗൽ വരെ നീളുന്ന ഒരു 10-12ഓളം ജില്ലകൾ ഉൾപ്പെടുന്നൊരു ബെൽറ്റ്. ഇവിടെ പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പിലും സാധാരണ AIADMKക്ക് സ്വാധീനമുള്ളൊരു മേഖലയായിട്ടാണ് കരുതുന്നത്. മറ്റു മേഖലകളിൽ DMK വിജയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഭരണം കിട്ടാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം സ്റ്റാലിൻ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മേഖലകൾക്ക് ഉൾപ്പെടുന്ന ഈ ജില്ലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് കൂടുതൽ സീറ്റുകൾ നേടാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ടല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്റ്റാലിൻ്റെ വലങ്കൈയായി അറിയപ്പെടുന്ന മന്ത്രി സെന്തിൽ ബാലാജിയെ തന്നെ ഇവിടുത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായി ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്നതാണ്. അത് മാത്രമല്ല, ഈ കോയമ്പത്തൂർ സൗത്തിലാണ് സെന്തിൽ ബാലാജി മത്സരിക്കുന്നത്. അവിടെ കമൽഹാസൻ കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നതാണ്. കമൽഹാസൻ ഇപ്പോൾ ഈ DMK സഖ്യത്തിനോടൊപ്പമുണ്ട്. പക്ഷേ ഒരു സീറ്റിലും മത്സരിക്കുന്നില്ല, പകരം പുറത്തു നിന്നുള്ള പിന്തുണയായിട്ട് തന്നെയുണ്ട്. അപ്പോൾ കോയമ്പത്തൂർ സൗത്തിൽ പകരം സെന്തിൽ ബാലാജിയാണ് സ്ഥാനാർത്ഥിയായി നിയോഗിച്ചിരിക്കുന്നത്. സെന്തിൽ ബാലാജി അവിടെ നിന്നുകൊണ്ട് ഈ പശ്ചിമ ബെൽറ്റിൽ ഉൾപ്പെടുന്ന 10-12ഓളം ജില്ലകളിൽ സ്വാധീനം ചെലുത്തി DMKയുടെ സീറ്റ് വർദ്ധിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന അസൈൻമെൻ്റ് എന്ന് തന്നെ പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ സ്വന്തം ജന്മദേശം കരൂരാണ്. അവിടെ വിട്ടിട്ടാണ് ഇപ്പോൾ ഈ കോയമ്പത്തൂർ അയച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ചൂടേറിയ ശക്തിയേറിയൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് തന്ത്രപ്രധാനമായൊരു ഘട്ടത്തിലേക്കാണ് തമിഴ്നാട് രാഷ്ട്രീയം കടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാനത്തെ ഞായറാഴ്ചയാണ്. എല്ലാവരും വോട്ടർമാരൊക്കെ വീടുകളിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഭവന സന്ദർശനം പോലുള്ള പ്രചാരണ പരിപാടികളൊന്നും തമിഴ്നാട്ടിൽ അധികമില്ല, വളരെ കുറവാണ്. പകരം ഓരോ സ്ട്രീറ്റുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു മാസ് പ്രചാരണ രീതിയാണ് അവർ സാധാരണ പിന്തുടരാറുള്ളത്. നമ്മൾ ഇന്നലെയൊക്കെ പോയപ്പോഴും ഇവിടെ ദൃശ്യങ്ങളിലൊക്കെ അത് കാണാൻ കഴിയും. പക്ഷേ ഇന്ന് ഈ റെസിഡൻഷ്യൽ ഏരിയകളിൽ കൂടിയുള്ള പ്രചാരണങ്ങൾക്കായിരിക്കും കൂടുതൽ മുൻതൂക്കം എന്ന് തന്നെയാണ് എല്ലാവരും അറിയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നിർണായകമാണ്. DMK സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ്ടും ഭരണം തുടർച്ച കിട്ടുമെന്ന വലിയ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏകദേശം 11ഓളം പാർട്ടികളാണ് MK സ്റ്റാലിൻ നയിക്കുന്ന ഈ സഖ്യത്തിലുള്ളത്. മതനിരപേക്ഷ പുരോഗമന ജനാധിപത്യ മുന്നണി സഖ്യത്തിലുള്ളത്. അതിലേറ്റവും പുതിയതായി ഒരു ഈ DMKയോടൊപ്പം ചേർന്നു എന്ന് പറയാൻ കഴിയുന്നത് നടൻ വിജയകാന്ത് രൂപീകരിച്ച പാർട്ടിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രേമലതയാണ് ആ പാർട്ടി നയിക്കുന്നത്. അവരാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഈ DMK സഖ്യത്തിൽ ഒപ്പം ചേർന്നിരിക്കുന്നത്. അവർക്ക് 10 സീറ്റ് മത്സരിക്കാനായി നൽകിയിട്ടുണ്ട്. ബാക്കി ഇടതു പാർട്ടികൾ CPI, CPM ഈ സഖ്യത്തോടൊപ്പം ചേർന്ന് 5 സീറ്റുകളിൽ വീതമാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ DMK വിജയിച്ച സീറ്റുകൾ പോലും ഇടത് കക്ഷികൾക്ക് ഇപ്രാവശ്യം മത്സരിക്കാനായി നൽകിയിട്ടുണ്ട് എന്നൊരു പ്രത്യേകതയാണ്. കാരണം അത്രത്തോളം ഇത്തവണ എല്ലാ സഖ്യങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് സ്റ്റാലിൻ നോക്കുന്നത്. കാരണം ഒരു തരത്തിലും പരാജയം പറ്റില്ല. മറ്റൊന്നൊരു ദളിത് പാർട്ടിയാണ്, അവർക്ക് വളരെ ചെറിയൊരു പാർട്ടിയാണ്, പക്ഷേ മധുരയുടെ ചിലയിടങ്ങളിലൊക്കെ സ്വാധീന ശക്തിയുണ്ട്. അവർക്ക് 8 സീറ്റാണ് ഇത്തവണ നൽകിയത്. M കുമരൻ നേതൃത്വം നൽകുന്നത്. ആ 8 സീറ്റിൽ അവരും മത്സരിക്കുന്നുണ്ട്. അതേസമയം മറുപക്ഷത്തുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എടപ്പാടി പളനിസ്വാമി നയിക്കുന്ന AIADMK ആണ്. AIADMK 173 സീറ്റിലാണ് മത്സരിക്കുന്നത്. ആകെ തമിഴ്നാടുള്ളത് 234ഓളം സീറ്റുകൾ. അതിൽ 174ഓളം സീറ്റുകൾ മത്സരിക്കുന്നുണ്ട്. BJP ആ സഖ്യത്തോടൊപ്പമാണ്. 17 സീറ്റുകളിലാണ് അവരും മത്സരിക്കുന്നത്. പക്ഷേ ജയലളിതയുടെ മരണത്തിന് ശേഷം ഒരു വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ AIADMKക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ അതിലാണ് DMKയുടെ പ്രതീക്ഷ. മുമ്പത്തേക്ക്, അതായത് കഴിഞ്ഞ തവണ 78% പോളിംഗ്, അത് റെക്കോർഡ് ഒരു പോളിംഗ് ആണ്. ഇപ്രാവശ്യം അത് 83% ആവുകയും DMKയുടെ വോട്ട് ഷെയർ വർദ്ധിക്കും എന്ന് തന്നെയാണ് MK സ്റ്റാലിൻ അടക്കമുള്ളവരുടെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ
നമ്മൾ വിട്ടുപോകുന്ന ഒരു പ്രധാനമാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രധാനമായും കൂട്ടിച്ചേർക്കേണ്ട ഒരാൾ കൂടിയുണ്ട്. അത് നടൻ വിജയുടെ പാർട്ടിയാണ്, തമിഴക വെട്രി മുന്നേറ്റ കഴകം. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിൽ സ്വാധീനം ഉണ്ടാക്കും എന്നെ സംബന്ധിച്ച് പലവിധ ചർച്ചകളുണ്ട്. ഞാനിപ്പോൾ പല മണ്ഡലങ്ങളിലൂടെ കറങ്ങുമ്പോൾ പോലും ഈ വിജയുടെ പാർട്ടിയെ സംബന്ധിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും എങ്ങനെയായിരിക്കും സ്വാധീനം എന്ന് സംബന്ധിച്ച് സംശയമുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ഈ പലരുമായി സംസാരിക്കും, പ്രത്യേകിച്ച് യുവജനങ്ങൾ മൈക്ക് നീട്ടുമ്പോഴെല്ലാം പറയുന്നത് നടൻ വിജയ്ക്ക് ഇത്തവണ വോട്ട് ചെയ്യും, നടൻ വിജയ്ക്ക് ഇത്തവണ വോട്ട് ചെയ്യും എന്നതാണ്. ഈ നമുക്ക് കേരളത്തിൽ സംസ്ഥാന ഇലക്ഷന് മുമ്പ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച തമിഴ്നാട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയിരുന്നു. അത് പ്രകാരം വിജയുടെ പാർട്ടി 20% വോട്ട് ഷെയർ നേടും എന്നതാണ്. അത് പക്ഷേ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. 13-14% വോട്ട് ഷെയറാണ്. കാരണം കേരളത്തിൽ BJP സാധാരണ നേടുന്ന ഒരു ചെറിയ വോട്ട് ശതമാനമാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് പറയുന്നത് 20% വോട്ട് ഷെയർ ആയിരിക്കും വിജയുടെ പാർട്ടിക്ക് ഉണ്ടാവുക എന്നതാണ്. സീറ്റ് സംബന്ധിച്ച് ഒരു കൃത്യമില്ല. വിജയ് തന്നെ 2 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. അതിൽ ഈ തൃച്ചിയിൽ മത്സരിക്കുന്ന സീറ്റിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതിൽ കൂടുതൽ സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ച് പലവിധ അഭ്യൂഹങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊരു ചർച്ചയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടക്കുന്നത്. എന്തായാലും ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തുകയാണ്. അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ നിർണായകമാണല്ലോ, ഇനിയാണല്ലോ വോട്ടിൻ്റെ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക. അതാണ് എല്ലാവരും സൗഹൃദം വീക്ഷിക്കുന്നത്. സിന്ധു. ശരി, സന്തോഷ് പറഞ്ഞതുപോലെ തന്നെ വിജയുടെ പാർട്ടി പിടിക്കുന്ന വോട്ട് തമിഴകത്തിൻ്റെ രാഷ്ട്രീയത്തിന് വളരെയധികം നിർണായകമാണെന്ന് പറഞ്ഞു. യുവജനങ്ങൾ അവരോടൊപ്പമാണ്, വിജയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രതിഫലനവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും DMKയുടെ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ആത്മവിശ്വാസം അവിടെ എത്രത്തോളം ഉയർന്നു നിൽക്കുന്നു, എന്തെല്ലാമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചുകൂടി വിവരങ്ങൾ? ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വലിയൊരു മേൽക്കൈ നിൽക്കുന്നത് DMKയ്ക്ക് തന്നെയാണ്. ഈ 2017 ജയലളിതയുടെ മരണത്തിന് ശേഷം AIADMKയ്ക്ക് വോട്ടർമാരെ ആകർഷിക്കാനുള്ള ഒരു നേതൃത്വം ഇല്ലാതെ പോയി എന്ന് മാത്രമല്ല, അന്തചിത്രം കാരണം പല തരത്തിലൊക്കെ ഭിന്നിച്ചു പോവുകയും ചെയ്തു AIADMK. പ്രത്യേകിച്ച് ശശികലയുടെ മകൻ TVക്ക് ദിനകരൻ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടിയാകട്ടെ ഇപ്പോൾ വീണ്ടും ഈ AIADMK സഖ്യത്തിനോടൊപ്പം ചേർന്ന് ഇത്തവണ മത്സരിക്കുന്നുണ്ട്. അതുകൂടാതെ പന്നീർശെൽവം അദ്ദേഹവും AIADMK വിട്ടുപോയി. ഇപ്പോൾ പന്നീർശെൽവം ആകട്ടെ DMKയോടൊപ്പമാണ്, അതായത് MK സ്റ്റാലിനോടൊപ്പമാണ്. തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് പ്രത്യേകമായി വിജയിക്കുന്ന ഒരു സീറ്റ് തന്നെ സ്റ്റാലിൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പന്നീർശെൽവത്തിന് പിന്തുണയ്ക്കുന്നവരുണ്ട്, അവിടെ ഒരു വലിയൊരു വോട്ട് ഷെയർ ഉണ്ട്. അപ്പോൾ പ്രതിപക്ഷമാണ് ഇവിടെ തമിഴ്നാട്ടിൽ ഭയങ്കരമായി ഭിന്നിച്ചു പോയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അതാണ് DMKയുടെ ശക്തിയും. DMK സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വളരെ കൃത്യമായൊരു പ്രതിപക്ഷ നിര അപ്പുറത്തില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സീറ്റ് വർദ്ധിപ്പിക്കുക, വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക. സാധാരണ തമിഴ്നാട്ടിലെ ഒരു രീതി അനുസരിച്ച് ആരെങ്കിലും ഒരാൾ വിജയിച്ചാൽ അതൊരു ചെറിയ സീറ്റ് ഷെയറിലല്ല വിജയിക്കുക, ഒരു സ്വീപ്പിംഗ് തന്നെ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ തവണ 133 സീറ്റുകളാണ് DMK സഖ്യത്തിന് മൊത്തത്തിൽ DMKക്കൊക്കെ ലഭിച്ചത്. അപ്പോൾ സഖ്യത്തിൻ്റെ കൂടി ആകുമ്പോഴേക്കും വലിയൊരു ഭൂരിപക്ഷം തന്നെ ഉണ്ടാകും. ഏകപക്ഷീയമായൊരു ഭരണം ഒക്കെ പലപ്പോഴും കാഴ്ചവെക്കാറുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ദിണ്ടിഗൽ ജില്ലയാണല്ലോ, ആ ബെൽറ്റിൽ DMKയ്ക്ക് വലിയ സ്വാധീനമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ 5 വർഷം ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. കൂടുതൽ സ്കൂളുകൾ കൊണ്ടുവന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് കോയമ്പത്തൂരിൽ ഒരു വലിയൊരു വായനശാല തന്നെ തുറന്നിരിക്കുന്നു. അതായത് ഹയർ സ്റ്റഡീസിന് പോകുന്ന കുട്ടികളുടെ ഒരു റെഫറൻസ് വായനശാലയായി മാറുക എന്നത്. അത് കേന്ദ്രീകരിച്ചുകൊണ്ട് തമിഴ് ഭാഷ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിരവധി പാർക്കുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട് അതായത് തമിഴ് വികാരം ഉണർത്തുക എന്നാണ്. ഈ മധ്യ തമിഴ്നാട്ടിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ തമിഴ് വികാരം ഉണർത്തുന്ന തരത്തിലുള്ള നിരവധി പദ്ധതികൾ, പ്രോജക്റ്റുകളൊക്കെ വഴിയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ട് കൂട്ടുക എന്നതാണ് സ്റ്റാലിൻ ലക്ഷ്യം. അതായത് അത്ര സൂക്ഷ്മമായി ഓരോ പ്രദേശത്തെയും പ്രത്യേകം വിഭജിച്ചുകൊണ്ട് അവിടെ എത്ര സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയും, അവിടെ എത്ര വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നതൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്രാവശ്യം വിജയിച്ചു വന്നാൽ അത് റെക്കോർഡ് ഭൂരിപക്ഷമാകണമെന്നും റെക്കോർഡ് സീറ്റ് ആകണമെന്നും സ്റ്റാലിന് വലിയ നിർബന്ധമുണ്ട്. ശരി, വ്യക്തമാണ് സന്തോഷ് സർലിംഗ്. സന്തോഷ് വളരെ വ്യക്തമായി തന്നെ തമിഴകത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് തമിഴ് രാഷ്ട്രീയത്തിൽ വളരെ വലിയ തരത്തിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.